മക്കളെ ഒരുപാട് 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 സന്തോഷം. ദുനിയാവിലെ ആ ഒരു സന്തോഷ നിമിഷം ഞാൻ അനുഭവിച്ചു ഗൈസ്. ഇത്രയും കൂടുതൽ ടെൻഷനും ഇത്രയും കൂടുതൽ ഒരുമിച്ചുള്ള സന്തോഷവും അത് അനുഭവിക്കേണ്ടത് വേറെ തന്നെ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരച്ഛനാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു അമ്മയാവുന്നതാണ് എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതേ അച്ഛന് അമ്മ എന്നുള്ള ഒരു പൊസിഷൻ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നൗഫൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ചാണ്. നൗഫൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി ചില ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. നൗഫൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറാണ്. അദ്ദേഹം കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ അധ്വാനത്തിലൂടെ പടുത്തുയർത്ത ഒരു വലിയ യൂട്യൂബ് ഒരു സാമ്രാജ്യം തന്നെ ഇപ്പം നൗഫലിന്റെ മുന്നിലുണ്ട്. അപ്പൊ നൗഫൽ എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഈ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ടിക്ടോക്കിനകത്ത് ഒരു എന്താ പറയുക കല്ലേറ്റുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് ഒരുപാട് മില്യൺസ് ഓഫ് ആളുകൾ വാച്ച് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ അതിലൂടെ അങ്ങോട്ട് ഫെയിം ഇടിച്ചു കയറിയിട്ടുള്ള ഒരു മനുഷ്യനാണ് നൗഫൽ. നൗഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. പിന്നെ നൗഫൽ അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നല്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ജീവിതത്തിൽ നിന്നും എന്തോ ഒരു അനുഗ്രഹം പോലെ ഉയരങ്ങളിലേക്ക് കയറി വന്നിട്ടുള്ള ഒരാളാണ്. അയാളുടെ സ്കില്ല് അയാൾ തിരിച്ചറിഞ്ഞു, അങ്ങനെ അയാൾ മുന്നോട്ട് പോയി എന്നുള്ളത്. അപ്പോൾ നൗഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി കൂലിപ്പണിയായിരുന്നു. കൂലിപ്പണി തന്നെ പടുവിൽ കല്ലേറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോയിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഉഷിരും ആ ഒരു തടിമിടുക്കൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇത്രയും വെയിറ്റുള്ള സാധനമൊക്കെ വളരെ ആയാസത്തോടു കൂടെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ട് അതിലൂടെ ഇഷ്ടം കൂടി ഫോളോവേഴ്സ് കൂടി അങ്ങനെ പിന്നെ ടിക്ടോക്ക് ഇവിടെ ഇന്ത്യയിൽ ബാൻ ചെയ്തപ്പോൾ പിന്നെ യൂട്യൂബിലേക്ക് വന്നു. അങ്ങനെ അടിക്കടി ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ നൗഫൽക്ക. പിന്നെ നൗഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൗഫലിന്റെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അവരുടെ ഉമ്മയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. സാധാരണ ഉമ്മമാരൊന്നും അധികം വീഡിയോസിനൊന്നും മുന്നിൽ വരാറില്ല. ആ ഉമ്മ തന്നെ പറയുന്നുണ്ട്, തുടക്കത്തിലേക്ക് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, പിന്നീട് വന്ന് എൻ്റെ ഒരു ക്യാമറ ഫിയർ മാറി എന്നുള്ളത്. പിന്നെ അവർക്ക് വേറെ സിസ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും വീഡിയോയിൽ കാണുന്ന ഒരു സിസ്റ്റർ ചക്കരയുടെ കല്യാണം അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി ഫുൾ ഓഫ് ലവ്, ഫുള്ള് സ്നേഹമാണ് പരസ്പരം. ഉമ്മാക്ക് മകനോട്, മകനും ഉമ്മാനോട്. സത്യം പറഞ്ഞാൽ ആർക്കാണെങ്കിലും ഒരു സന്തോഷം തോന്നും ആ ഉമ്മയുടെയും മകന്റെയും ഒരു സ്നേഹം കാണുമ്പോൾ. ഭയങ്കര ഒരു ബർക്കത്തുള്ള ഒരു കുടുംബം എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ട് അവരുടെ ഒരു സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നൗഫലിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയെ കുറിച്ചാണ്. അപ്പൊ നൗഫലിന്റെ കല്യാണം കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. നൗഫൽ നമുക്കറിയാം, കണ്ടു കഴിഞ്ഞാൽ അത്ര ഒരു നല്ല സുമുഖനാണ്, സുന്ദരനാണ്. പക്ഷെ എങ്കിൽ കൂടെ ചില ആളുകൾക്ക് കാണുന്ന സമയത്ത് നൗഫലിനെയും വൈഫിനെയും കാണുന്ന സമയത്ത് കുറച്ചൊരു വ്യത്യാസം ഫീൽ ചെയ്യും. കാരണം നൗഫൽ കുറച്ചൊരു ചോക്ലേറ്റ് കളറാണ്. നമ്മൾ കളറിനെ കുറിച്ച് പറയുമ്പോൾ ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറയും. ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ ചോക്ലേറ്റ് കളറാണ്. വൈഫ് സിനു നല്ല മിൽക്കി വൈറ്റ്, നല്ല വെളുത്തിട്ടൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഈ സിനുവിനെ കാണാൻ നല്ല ഭംഗി. അപ്പൊ അന്ന് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗഫലിന് ഇങ്ങനത്തെ ഭംഗിയുള്ള കുട്ടീനെയൊക്കെ കിട്ടുമോ എന്നുള്ളത്. എന്തായാലും അങ്ങനെ നൗഫലിന്റെ കല്യാണം കഴിഞ്ഞ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന ന്യൂസ് എന്താ വെച്ചാൽ നൗഫൽ ഒരു വാപ്പയായി എന്നുള്ളതാണ്. നൗഫൽ ഒരു ഉപ്പയായി. അപ്പോൾ നൗഫലിന്റെ ഭാര്യയുടെ ഒരു പ്രഗ്നൻസി ജേർണി കാര്യങ്ങളെല്ലാം കുറച്ച് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നൗഫലിന്റെ ഭാര്യ ഇവള് പ്രഗ്നന്റ് ആയതും ആ നിറവയറും കുടവയറൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി കുറെ ആളുകൾ ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്തു, ഇനി അടുത്തത് നൗഫലിന്റെ കുടുംബത്തിനെ കുറിച്ചാണോ എന്ന് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ വരും. ഇത് അവർക്ക് വേണ്ടിയുള്ളതൊന്നല്ല. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നൗഫൽ എന്ന് പറഞ്ഞാല് ഒരു അടിപൊളി ലക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എന്തായാലും ആ ഒരു കുടവയറ് അൽഹംദുലില്ലാ പുറത്ത് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ബേബിനെ പ്രസവിച്ച അന്ന് തന്നെ നൗഫൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ആ വീഡിയോനെ കുറിച്ചാണ്. ആ വീഡിയോക്കകത്ത് നൗഫല് അവന്റെ ഒരു എക്സ്പ്രഷൻസ്, ബേബിനെ കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് നൗഫലിന്റെ ഒരു എക്സ്പ്രഷൻസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അൽഹംദുലില്ലാ മക്കളെ ഒരുപാട് 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 സന്തോഷം. ദുനിയാവിലെ ആ ഒരു സന്തോഷ നിമിഷം ഞാൻ അനുഭവിച്ചു ഗൈസ്. ഇത്രയും കൂടുതൽ ടെൻഷനും ഇത്രയും കൂടുതൽ ഒരുമിച്ചുള്ള സന്തോഷവും അത് അനുഭവിക്കേണ്ടത് വേറെ തന്നെ. രാവിലെ 8 മണിക്ക് ലേബർ കയറിയതാണ്. പ്രസവിക്കുന്നത് 10:15. ആ നേരം വരെ അനുഭവിച്ച ടെൻഷനും
സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷനാകുന്നു. എന്തായാലും ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എന്തായാലും എന്താണ് പറയേണ്ടത്, ഈ നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല, എൻ്റെ കൈ വറുക്കുക. അതായത് എന്താ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ കണ്ടങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഈ നേരം വരെ നമ്മൾ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിരാന്തൻ്റെ മാതിരി മണ്ടായിരുന്നു. അതിലുപരി ഒരുപാട് കഷ്ടപ്പാട് സിനിമയുടെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. കാരണം സുഖപ്രസവമാവാൻ വേണ്ടിയിട്ട് പരമാവധി പോരാടി. അൽഹംദുലില്ലാ സുഖപ്രസവമാണ്. എന്താ പറയുക, കാരണം എനിക്ക് പകുതി എത്തിയപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യേ, എനിക്ക് ഓപ്പറേഷൻ മതിയേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമെന്ന് ഞാൻ പഠിച്ചവനോട് പറഞ്ഞ് ഒരു 10 മിനിറ്റും കൂടി എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇല്ലമ്മ, അങ്ങനെ ഉമ്മ ആരായി? എങ്ങനെയുണ്ട്? ഹാപ്പി അമ്മ, ഒരുപാട് ഹാപ്പി. ഇനി അധികമൊന്നും നമ്മൾ പറഞ്ഞു തരില്ല. ഒരുപാട് പോരാടിയില്ലേ? കാരണം തൊള്ളയിട്ടിരിക്കണം. അവസാനം ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. നമ്മളെന്തായാലും സുഖപ്രസവമായി. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നേരത്ത് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഒരുപാട്, കാരണം എനിക്ക് ഫോൺ നിർത്താനൊരു നേരം കിട്ടിയായിരുന്നില്ല. അത്രയും ഫോൺ കോൾ പറഞ്ഞാൽ നിർത്താതെ ഫോൺ കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഈ നേരത്ത് ഞാൻ കറക്റ്റ് ഇപ്പം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പ്രേക്ഷകർ ഓരോ നിമിഷം ഇനിയിപ്പോൾ ഉറങ്ങുമ്പോൾ പോലും നാളെ സിനിമ എന്താ ഉണ്ടായി, സിനിമ പ്രസവിച്ചോ എന്നുള്ള ചിന്താഗതി ഇതൊരിക്കലും ഞാനൊരു കണ്ടൻ്റായിട്ട് ഇടുന്നതല്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ എന്താക്കുന്നത്, സിനിമ പ്രസവിച്ച കാര്യം ഷെയർ ചെയ്യാണ് ഗൈസ്. ഒരുപാട് സന്തോഷം. ഇനി അതിന് കൂടുതലൊന്നും പറയാനില്ല. ബാക്കി ഇനി സിനിമനെ എപ്പോഴാണ് റിലീസ് ചെയ്യുക? 1.5 മണിക്കൂറാവും. പിന്നെ ഈ നേരത്തെ പ്രസവിച്ചു കുട്ടികളുടെ ഡോക്ടറൊക്കെ നാളെ വരണം. റൂമൊക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ വഴി ഒരുപാട് കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വരും വീഡിയോസ് ഇനി അത് അങ്ങനെ ചെയ്യാം. ഇതൊരു കുട്ടീനെ അങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, അതിനകത്ത് നൗഫൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. സന്തോഷം കൊണ്ട് എന്തൊക്കെയാ പറയണ്ടേന്ന് അറിയില്ല. ഭയങ്കര സന്തോഷം, ഞാൻ വിറക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്നത്, ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയെന്ന് തോന്നുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നൊക്കെ ഒരു നിമിഷം ഞാൻ അച്ഛനായി അല്ലെങ്കിൽ അമ്മയായി എന്ന് അറിയുന്ന ഒരു നിമിഷത്തിലാണ്. അത് വല്ലാത്തൊരു ഫീലിംഗ്. ആ അമ്മയ്ക്ക് ചിലപ്പോൾ ആ ഫീലിംഗ് കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ആ ഒരു കുട്ടീൻ്റെ ഒരു പ്രോഗ്രസ് 9 മാസത്തോളം വയറിനുള്ളിലുള്ള ഇളക്കവും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അത് ത്രൂ ഔട്ട് ദി ജേണിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രസവം കഴിഞ്ഞതുകൊണ്ടായിട്ട് ഒരു പ്രത്യേക ഒരു റിയലൈസേഷൻ ഒന്നുമില്ല. പക്ഷേ ഉപ്പമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അങ്ങനെയല്ല. കുട്ടീനെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. അത് അനുഭവിച്ചറിയണമെന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നൗഫലിന് അതാണ്. അതുകൊണ്ട് ഇങ്ങനെ വിറക്കുന്നൊക്കെ ഉണ്ട് അവന്. അതായത് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. ആദ്യം തന്നെ വന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാണ് ഇങ്ങനെ കുട്ടി ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ, എനിക്ക് ഒരുപാട് സജഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറേ പേര് ഇത് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇനി അടുത്തത് നൗഫലിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ട. എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് എൻ്റെ റെഫറൻസ് ലിസ്റ്റിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നും കൂടെ ക്ലാരിഫൈ ചെയ്യുന്നു. അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുട്ടിയുമായിട്ടുള്ള നൗഫലിന്റെ ഒരു ബ്യൂട്ടിഫുൾ ജേർണി നമുക്ക് കാണാം. പിന്നെ എന്താ പറയാ, നൗഫലിനും അതുപോലെ തന്നെ നൗഫലിന്റെ ഭാര്യ സിനുവിനും വെൽക്കം ടു പേരന്റ്ഹുഡ്. അതൊരു വല്ലാത്തൊരു ജേർണിയാണ്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ അറിയണം. ഓരോ ദിവസവും മനോഹരമാകുന്നതും ഓരോ ദിവസവും ഉറക്കമില്ലാതാവുന്നതും ഓരോ ദിവസം നമ്മൾ ടെൻഷൻ അടിക്കുന്നതും ഓരോ ദിവസം സന്തോഷിക്കുന്നതും ഒക്കെ ഇനി നമ്മൾക്കും അവരുടെ കൂടെ അനുഭവിച്ചറിയാം. സോ വെൽക്കം ടു പേരന്റ്ഹുഡ് വൺസ് അഗെയിൻ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീണ്ടും കാണാം. ചെന്ന് ബൈ.